വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാനിപ്പോൾ ഓഫീസിൽ നിന്ന് വന്നപ്പോഴേ എനിക്കൊരു കൊറിയർ വന്നു കേട്ടോ. അപ്പോൾ നിങ്ങളെ കൂടെ അതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ടെമൂന്നാണ് ഓർഡർ ചെയ്തിരുന്നത്. ഒരു 10 to 15 ഡേയ്സ് എടുത്തു എനിക്കിത് കിട്ടാൻ വേണ്ടി. അപ്പോൾ നിങ്ങളെ കൂടെ ഒന്ന് കാണിച്ചിട്ട് ഇത് യൂസ്ഫുൾ ആവുന്നെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലൊക്കെ വാങ്ങിച്ച് യൂസ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. പിന്നെ ഞാൻ ഒത്തിരി നാളായി വീഡിയോസൊക്കെ ചെയ്തിട്ട്, കാരണം നാട്ടിൽ പോയതിൻ്റെ കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ അമ്മയുടെ ഒരു ചേച്ചി മരിച്ചു. അപ്പോൾ അതിൽ നിന്നൊക്കെ എനിക്കിപ്പോഴും അങ്ങോട്ട് റിക്കവറി ആയിട്ടില്ല. ഒരു വല്ലാത്തൊരു പെട്ടെന്നുള്ളൊരു മരണവും കാര്യങ്ങളൊക്കെ ആയപ്പോഴത്തേന് ആകെ ഒരു വിഷമവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഈ വീഡിയോസൊക്കെ കുറച്ച് ഡിലേ ആവുന്നത്. ഞാൻ പതുക്കെ റീസ്റ്റാർട്ട് ചെയ്യുന്നതാണ്. എല്ലാവരുടെയും സപ്പോർട്ട് അതുപോലെ തന്നെ വേണം കേട്ടോ. പിന്നെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഒത്തിരി ഇൻസ്റ്റാഗ്രാമിലായിക്കോട്ടെ യൂട്യൂബിലായിക്കോട്ടെ എവിടെ നോക്കിയാലും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് നമ്മുടെ ഈ പീലർ, ഇലക്ട്രിക് പീലർ. അപ്പോൾ നമുക്ക് ചെറിയ ഉള്ളിയോ ഗാർലിക്കോ ജിഞ്ചറോ എന്ത് വേണമെങ്കിലും എടുത്ത് പീൽ ചെയ്യാം. പീൽ ചെയ്ത് തൊലി കളഞ്ഞ് നമുക്ക് കൂർക്ക വരെ, ഏറ്റവും പാടാണ് കൂർക്ക പീൽ ചെയ്തെടുക്കുക എന്നുള്ളത്. അപ്പോൾ കൂർക്ക വരെ നമുക്ക് പീൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പീലർ ഇപ്പം ടെമൂൽ എല്ലായിടത്തും, നാട്ടിലും ഇപ്പം ബഹറിലും എല്ലായിടത്തും അവൈലബിൾ ആണ് സാധനം. അപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് വാങ്ങിച്ച് നോക്കാം. നമുക്ക് ടെമൂലാണെങ്കിൽ നമുക്ക് യൂസ്ഫുൾ അല്ല എന്നുകൊണ്ട് നമുക്ക് റിട്ടേൺ ചെയ്യാമല്ലോ. റിട്ടേൺ ഓപ്ഷൻ ഉണ്ടായതുകൊണ്ടാണ് ഞാനിപ്പം ഈ ഒരു ഐറ്റം വാങ്ങിച്ച് നോക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ഞാൻ ടെമൂന്ന് ഈ പീലർ വാങ്ങിച്ചിട്ടുണ്ട്. സംഭവം സെയിം കളറും കാര്യങ്ങളും ഒക്കെ തന്നെയാണ്. അപ്പം നിങ്ങളൊന്ന് കണ്ടു നോക്കൂ, നമ്മുടെ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. നിങ്ങൾക്ക് ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ലിങ്ക് ഒന്ന് കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ലിങ്ക് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ എനിക്കിവിടെ ഏറ്റവും പാടുള്ളൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ ചെറിയുള്ളി ക്ലീൻ ചെയ്യലാണ്. ഞാൻ കൂടുതലും നല്ലപോലെ ചെറിയുള്ളി യൂസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പം അത് ഹെൽത്തിന് നല്ലതാണ്, ബ്ലഡ് പ്യൂരിഫിക്കേഷനും എല്ലാം നല്ല ഒരു കാര്യമാണ്. കുഞ്ഞുങ്ങൾക്ക് ഈ ക്ലൈമറ്റ് ചേഞ്ച്, ഇപ്പം ഇവിടെ തണുപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ക്ലൈമറ്റ് ചേഞ്ചിനൊക്കെ വളരെ നല്ലൊരു സാധനമാണ് ഈ ചെറിയുള്ളി ഇട്ട് നമ്മൾ ഈ എന്താ പറയുക കഷായം പോലെ വെച്ച് കൊടുക്കലും പരിപാടിയൊക്കെ വളരെ നല്ലൊരു കാര്യമാണ്. അപ്പം അതിനൊക്കെ വേണ്ടി ഞാൻ ചെറിയുള്ളി ഇഷ്ടംപോലെ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ കറികൾക്കും ചെറിയുള്ളി, ഇപ്പോൾ ചിക്കൻ ആയിക്കോട്ടെ എന്ത് കാര്യത്തിനും ചെറിയുള്ളി ഞാൻ ഇഷ്ടംപോലെ യൂസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പം അത് നമുക്കൊരു നല്ലൊരു ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള സാധനമാണ് ഈ നമ്മുടെ ചെറിയുള്ളി, സ്മോൾ ഓണിയൻ. അപ്പോൾ അത് എടുക്കുന്ന അത് പീൽ ചെയ്തെടുക്കുന്നത് ഭയങ്കര പണിയുള്ളൊരു പണിയാണ്. അപ്പോൾ അത് ഒന്ന് എളുപ്പപ്പണിയാക്കാൻ വേണ്ടിയാണ് ഈ സാധനം കണ്ട ഉടനെ ഞാനങ്ങ് ഓർഡർ ചെയ്തത്. അപ്പം നിങ്ങളും ഇത് ചിലപ്പം ഈ വീട്ടമ്മമാർക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. ഞാൻ പിന്നെ ഏട്ടന് ചില സമയത്ത് TV ഒക്കെ കാണുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ കുറച്ച് കൊണ്ടു കൊടുത്തിട്ട് ഞാൻ പറയും ഇതൊന്ന് പൊളിച്ച് തായോ എന്ന് പറയും. അങ്ങനെയൊക്കെ പൊളിച്ച് തരാറുണ്ട്. അപ്പോൾ അത് അങ്ങനൊരു പരിപാടി കുറച്ച് നമുക്ക് എളുപ്പപ്പണിയാക്കാമല്ലോ. ഇപ്പോൾ എന്തെങ്കിലും ഒന്ന് കറി വെക്കണമെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഡ്യൂട്ടിയിലൊക്കെ പോകുന്ന ആൾക്കാരാകുമ്പോൾ ഒരു എളുപ്പപ്പണിയാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് ഓർഡർ ആക്കിയിരിക്കുന്നത്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തിരിച്ച് റീഫണ്ട് ചെയ്യുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ടെമൂന്ന് വന്നിരിക്കുന്ന പാക്കേജ് ഇതാണ്. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, അവരൊരു ഓപ്പൺ ചെയ്ത പോലെ എനിക്കൊരു ഫീൽ തോന്നി. അതല്ലേ, അത് ഞാൻ പിടിച്ചതല്ല, അത് ഓൾറെഡി ഓപ്പൺ ആയിട്ടിരുന്നതാണ്. ഓക്കെ, എന്തായാലും നമുക്ക് നോക്കാം. അപ്പം ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് കാണുക. നമ്മുടെ ഐറ്റത്തിൻ്റെ ബ്ലേഡും കാര്യങ്ങളും എല്ലാം അടുത്ത് ഉണ്ട്. ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് അവർ പാക്കേജ് ചെയ്തിട്ടുണ്ട്. ഒരു ചാർജബിൾ ഐറ്റംസൊക്കെ ഉണ്ട്, ചാർജ് ചെയ്യാനുള്ള കേബിളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇൻസ്ട്രക്ഷൻസിന് വേണ്ടിയുള്ളൊരു മാനുവൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് നമ്മളതിൻ്റെ ബൗൾ എന്ന് പറയുന്നത്. ഇതിലാണ് നമ്മളത് സെറ്റ് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുക. കണ്ടില്ലേ, ബ്ലേഡുണ്ട്, ബ്ലേഡ് സെറ്റ് ചെയ്ത് വെക്കുക. ഇതൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാനുള്ള ഏകദേശം ഐഡിയ അതിനകത്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതനുസരിച്ച് സെറ്റ് ചെയ്ത് വെക്കുക. പിന്നെ ആരോയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, അതനുസരിച്ച് വേണം അത് ഹോൾഡ് ചെയ്യാനായിട്ട്. അവിടെ കണ്ടില്ലേ, അതേപോലെ സെറ്റ് ചെയ്ത് വെക്കുകയാണ്.
പിന്നെ ലാസ്റ്റ് നമ്മുടെ ആ ഒരു മോട്ടർ ഐറ്റം അതിൻ്റെ അകത്ത് സെറ്റ് ചെയ്യുന്നത്, അതിന് ചെറിയൊരു പോയിൻ്റ് ഉണ്ട്, അതനുസരിച്ച് അത് സെറ്റ് ചെയ്യും. അതുപോലെ ഇതിൻ്റെ അകത്ത് 2 ടൈപ്പുണ്ട്, ഒന്ന് ഡിസ്ചാർജും ഒന്ന് ജോഗെന്നും പറഞ്ഞിട്ട് കണ്ടില്ലേ, 2 ഇതുണ്ട്. ഡിസ്ചാർജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പീലിംഗ് എല്ലാം കഴിഞ്ഞിട്ട് വെള്ളിലോട്ട് പ്ലേറ്റിലോട്ട് ഇടാൻ വേണ്ടിയുള്ള ഡിസ്ചാർജ്. ജോഗെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലോണം ഈ ബ്ലേഡ് കറങ്ങി നമ്മുടെ തോലൊക്കെ പൊളിച്ച് വരാനുള്ള ഒരു ഇതാണ് അതിൻ്റെ ഒരു വർക്കിംഗ് പരിപാടി ഇങ്ങനെയാണ്. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ചെറിയുള്ളി അല്ലേ മെയിനായിട്ട്, അപ്പോൾ ചെറിയുള്ളി വെച്ച് തന്നെ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ആ ഗ്യാപ്പിൽ കൂടെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് വർക്കിംഗ് ആണോ ഇല്ലെന്ന് നോക്കാമല്ലോ, അതായത് നമ്മൾ ചെയ്യുമ്പോൾ നമ്മളെ തെറ്റൊന്നും അറിയണ്ടേ. എന്തായാലും പീൽ ഓഫ് ആകുന്നുണ്ട്. പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവറായിട്ട് നമ്മൾ പീല് ചെയ്യുകയാണെങ്കിൽ ഇൻഡോറിൽ മാത്രമല്ല അതിൻ്റെ ആ ഫ്ലഷും കൂടെ ഇത് പീലായി പോകും. അതുകൊണ്ട് അതനുസരിച്ച് നോക്കിയിട്ട് ചെയ്യുക. ഇപ്പം ഡിസ്ചാർജ് ചെയ്യുവാണെങ്കിൽ ഇങ്ങനെയാണ് വരുന്നത്. ജസ്റ്റ് ഒന്നും കൂടെ നമ്മളൊന്ന് ക്ലീൻ ചെയ്യേണ്ടി വരും. മുകളിലത്തെ ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കുറച്ചും കൂടെ ഒന്ന് ബെറ്ററായിട്ട് ക്ലീൻ ചെയ്യേണ്ടി വരും. അല്ലാതെ നോക്കുവാണെങ്കിൽ നല്ലതാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ഈ പറയുന്ന പോലെ ഈ ഒരു ബൗളും കാര്യങ്ങളൊക്കെ തറയിൽ വീണ് കഴിഞ്ഞാൽ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു യൂസും ഇല്ല. അപ്പം കുറച്ച് കെയറായിട്ട് യൂസ് ചെയ്യുക. കണ്ടില്ല, ഇതേപോലെയാണ് അതിൻ്റെ ഒരു ഇൻസൈഡ് വ്യൂ എന്ന് പറയുന്നത്. പിന്നെ ഇത് ക്ലീൻ ചെയ്യാൻ കുറച്ച് പണിയാണ്, കാരണം ബ്ലേഡിൽ കൈമുറിയാതെ സൂക്ഷിക്കണം, പിന്നെ അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. ഇത് ചെയ്യുക മാത്രമല്ലല്ലോ പരിപാടി. അപ്പോൾ അത് കുറച്ചൊരു പണിയാണ് ക്ലീൻ ചെയ്യൽ പരിപാടി. ബാക്കി നോക്കുവാണെങ്കിൽ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു മെയിനായിട്ട് മുന്തിരിങ്ങ അങ്ങനെയൊക്കെയുള്ള സാധനം ഉണ്ടല്ലോ പീൽ ഓഫ് ചെയ്യാനായിട്ട്. നമ്മുടെ ഗാർലിക്ക്, ഈ ചെറിയുള്ളി, ഗാർലിക്ക്, കൂർക്ക അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ് കുറച്ചും കൂടെ പാടുള്ളൂ. അപ്പോൾ അതൊക്കെ കുറച്ച് യൂസ്ഫുള്ളായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഡിയേഴ്സ് നമ്മുടെ സംഭവം പീലാകുന്നുണ്ട്. പിന്നെ ചെറുതായിട്ടൊന്ന് ക്ലീൻ ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ. നല്ലോണം പീലാവുന്നുണ്ട്. എനിക്കൊന്ന് കുറച്ചും കൂടെ സമയം എടുത്തിട്ട് കഴിഞ്ഞാൽ മിക്കവാറും അതങ്ങ് ചതഞ്ഞ് നല്ല ഇതായിപ്പോവും, ഗ്രൈൻഡായിപ്പോവും. പക്ഷേ ഇത് നല്ലോണം പീലാവുന്നുണ്ട്. പിന്നെ ആ പ്ലാസ്റ്റിക് ഈ പറഞ്ഞ വലിയ ക്വാളിറ്റി എന്ന് പറയാനൊന്നുമില്ല. ടെമുവിൻ്റെ ആ ഒരു പ്രോഡക്റ്റിൻ്റെ ആ ഒരു ഇതേ ഉള്ളൂ. പക്ഷേ ഞാനൊരു 8 BD സംതിങ്ങിനാണ് ഞാൻ ഈ ഐറ്റം വാങ്ങിച്ചത്. അപ്പോൾ അതിനുള്ളത് ഉണ്ടെന്ന് പറയാം, കുഴപ്പമില്ല. നമ്മുടെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് പ്ലം, ചെറി ടൊമാറ്റോ, പിന്നെ ഒരുവിധമുള്ള ഐറ്റംസൊക്കെ നമുക്ക് പീൽ ചെയ്യാവുന്ന അതിൻ്റെ അകത്ത് അവർ പറഞ്ഞിരിക്കുന്നത്. ഗ്രേപ്സ് കുഞ്ഞുങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രേപ്സ് നമ്മൾ കൊടുക്കുമ്പം തോല് കളഞ്ഞ് കൊടുക്കുന്ന ആ ഒരു സമയം നമുക്ക് ലാഭിക്കാൻ പറ്റും. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ താല്പര്യമുള്ളവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ നാട്ടിലും എല്ലാം അവൈലബിൾ ആട്ടോ. ആമസോണിലെല്ലാം ഈ ഐറ്റം ഉണ്ട്. പക്ഷേ അതിൻ്റെ ക്വാളിറ്റി എനിക്ക് അറിയത്തില്ല, ആമസോണിലൊക്കെ ഉള്ളത്. ഇവിടെ ഇത് അത്ര വലിയ ക്വാളിറ്റി എന്ന് പറയാനൊന്നുമില്ല. പക്ഷെ നമ്മുടെ കാര്യം നടക്കുന്നുണ്ട്, അതുകൊണ്ട് മാത്രം ഞാൻ കുഴപ്പമില്ല പറയാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ബൈ.